തന്നെ അമേരിക്കൻ ബഹിരാകാശ സഞ്ചാരികളിൽ ഒരാളും ചരിത്രകാരൻ ശാസ്ത്രജ്ഞനുമായ മൈക്കൽ എച്ച് ഹാർട്ട് അദ്ദേഹം ഒരു സാഹസത്തിന് മുതിർന്നു. ലോകപ്രസിദ്ധമാണ് ആ സംഭവം, എല്ലാവർക്കും അറിയാം. എന്താണ് ആ സാഹസം? മനുഷ്യ ചരിത്രത്തിൽ ഏറ്റവും അധികം സ്വാധീനം നേടിയിട്ടുള്ള 100 പേരുടെ ഒരു പട്ടിക തയ്യാറാക്കി. ആ സാഹസത്തിൽ അദ്ദേഹം വിജയിച്ചു. അദ്ദേഹത്തിന്റെ അടുക്കൽ ഏറ്റവും അധികം സ്ഥാനമുള്ള, ലോക ചരിത്രത്തിൽ ഏറ്റവും അധികം സ്ഥാനം നേടിയിട്ടുള്ള 100 പേരുടെ ഒരു പട്ടിക അദ്ദേഹം തയ്യാറാക്കി. ആ പട്ടികയിൽ ആരൊക്കെ ഉണ്ടെന്നറിയാം? വലിയ തടിച്ച പുസ്തകമാണ്. ആ പുസ്തകത്തിന്റെ പ്രമേയം ലോക ചരിത്രത്തിൽ ഏറ്റവും അധികം സ്വാധീനം നേടിയിട്ടുള്ള 100 മഹാന്മാർ. ആരൊക്കെ ആ കൂട്ടത്തിലുണ്ട്? പിന്നെ ഐസക് ന്യൂട്ടൻ, യേശു ക്രിസ്തു, ശ്രീബുദ്ധൻ, സെന്റ് പോൾ, ഐൻസ്റ്റീൻ, കാറൽ മാർക്സ്, ലൂയി പാസ്റ്റർ, വലിയതൊന്നും പറയല്ല. 100 ആളുകളുണ്ട്, സമയം കളയണ്ട. ഈ 100 പേരില് നമ്മുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജിയില്ല, അബ്രഹാം ലിങ്കൻ ഇല്ല. ഈ 100 പേരില്. അപ്പൊ ഈ 100 പേര് അദ്ദേഹത്തിന്റെ അടുക്കൽ എത്ര വലിയ ആൾക്കാരാണെന്ന് മനസ്സിലാക്കാമല്ലോ. പിന്നെ ഇദ്ദേഹം 100 ആളുകളെ എഴുതിയതിനു ശേഷം ഒരു 10 പേരുടെ അടിക്കുറിപ്പ് എഴുതി. ആ അടിക്കുറിപ്പ് എഴുതിയിട്ട് ഒരു 10 പേരുടെ ലിസ്റ്റ് കൂടി അദ്ദേഹം രേഖപ്പെടുത്തുകയുണ്ടായി. അതില് പിന്നെ 7ാം സ്ഥാനമാണ് നമ്മുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജിക്ക് ലഭിച്ചത്. 8ാം സ്ഥാനം അബ്രഹാം ലിങ്കൻ. 100 പേർക്ക് പുറമെ. അപ്പൊ ഈ 100 പേര് ഇദ്ദേഹത്തിന്റെ അടുക്കൽ എത്ര വലിയ നേതാക്കളാണെന്നറിയാം. മനുഷ്യ ചരിത്രത്തിൽ ഏറ്റവും സ്വാധീനം നേടിയിട്ടുള്ള 100 പേര്. ഇനിയും മൈക്കലിന്റെ മുമ്പിലുള്ള ചിന്ത, ഈ 100 പേരുടെ അധ്യക്ഷൻ ആരാകണം? ഈ 100 പേരുടെ നേതാവ് ആര്? 1ാം സ്ഥാനം ആർക്ക് നൽകണം? അദ്ദേഹം എഴുതി 1 മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് സലാത്ത് അല്ല, അദ്ദേഹം സലാത്ത് ചൊല്ലില്ല, കാരണം ഒരു ക്രിസ്തു മത അനുയായിയാണ്. സലാത്ത് ചൊല്ലില്ല. മാത്രമല്ല, അദ്ദേഹം വേറൊരിടത്ത് പറയുകയുണ്ടായി, ഈ പിന്നെ മൈക്കൽ എച്ച് ഹാർട്ട് അദ്ദേഹം ആരാണ്? യേശു ക്രിസ്തു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്ന ആളാണ്, അല്ലേ? അവൻ യേശു ക്രിസ്തുവിനുള്ള 3ാം സ്ഥാനമാണ് നൽകിയത്. യേശു ക്രിസ്തുവിന് 3ാം സ്ഥാനം നൽകിക്കൊണ്ട്, 1ാം സ്ഥാനം നൽകിക്കൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 1ാം സ്ഥാനത്ത് നിർത്തുകയാണെങ്കിൽ അത് ഞാൻ ചരിത്രത്തോട് നടത്തുന്ന അക്രമമായിരിക്കും എന്ന് അദ്ദേഹം ഒരിടത്ത് എഴുതിയിരിക്കും. 1ാം സ്ഥാനം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം.